Good evening. Good evening. This is food making. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വൈകുന്നേരം പാചകമൊക്കെ. ഞങ്ങൾ പകലൊന്നും വീട്ടിലില്ലാത്ത കാരണം ഞങ്ങൾ രാത്രി കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് ഓർത്ത് മിക്കപ്പനാണ് എന്നാൽ വൈകുന്നേരം സഹായിക്കുന്നത്. ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ പണിയിലൊക്കെ മുഴുവനും ഭയങ്കര ആക്റ്റീവായിട്ടൊക്കെ സഹായിക്കും നമ്മളുടെ നിൽക്കും. ബാക്കിയുള്ളവരൊക്കെ കഴിക്കണ നേരത്ത് മാത്രം വരുള്ളൂ. മിക്കപ്പനും അങ്ങനെയല്ല, മിക്കവാറും ഫുള്ള് നമ്മളെ ഭയങ്കര ഹെൽപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ വെക്കപ്പനെ സവാള വാട്ടാനായിട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ അരിയാനുള്ളതൊക്കെ ഒരു സൈഡിൽ കൂടെ അരിഞ്ഞോണ്ടിരിക്കുകയാണ്. ഓരോന്ന് അരിഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നമ്മുടെ വെക്കും അവിടെ ഇരുന്ന് അത് നല്ലോണം വഴറ്റിക്കോളും. ഇങ്ങനെ സാധാരണ ഇങ്ങനെയാണ് ചെയ്യണം. പാവം വന്നിരുന്നിട്ട് വഴറ്റിക്കോളും. എന്താണ്ടൊക്കെ കിടന്നിട്ട് പറഞ്ഞോണ്ടിരിക്കണം. തന്നെ ഞാൻ മ്യൂട്ട് ചെയ്ത് കളഞ്ഞ് ആളുടെ വോയിസ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒടുക്കത്തെ ഇംഗ്ലീഷൊക്കെ പറയണം. അതാണ് പറയണ മുഴുവൻ പൊട്ടത്തെറ്റും. പിന്നെ അത് നിങ്ങൾ കേട്ട് ട്രോളുണ്ടാന്ന് ഓർത്തിട്ട് പാവം ഞാനത് മ്യൂട്ട് ചെയ്ത്. ആള് ക്യാമറയിൽ നോക്കിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കണം. അതിനിടയിൽ മൂത്തവനോട് കൊണ്ടുകൊണ്ട് വെച്ചെടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും കേൾപ്പിക്കാതിരിക്കാനായിട്ടാണ് ഞാനത് മ്യൂട്ട് ചെയ്തത് കേട്ടോ. ഇത് ഇടാൻ പാടുള്ളൂ, ഇല്ലാണ്ടിട്ടാല് വെറുതെ ആയിരിക്കും. എന്നാൽ മാത്രമാണ് ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്തിയാ മിക്കൂസ് തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചത്? തക്കാളി ഇഷ്ടമാണ്. ആ ഫോട്ടോത്തിലിരിക്കണ ആളാണ് ഈ ഇരിക്കണേന്ന് ആരെങ്കിലും പറയോ? അവന്റെ ചെറുതിലുള്ള ഫോട്ടോ ആണ് കാണുന്നത്. കറിയുടെ ലുക്ക് കണ്ടിട്ട് ആരും പേടിക്കേണ്ട. കറി ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. അത് തിളച്ച് പാകം വറ്റി വരുമ്പോൾ കറക്റ്റ് രസോട്ടോ. അതിന് നമുക്ക് അവിടെ കിടക്കുന്ന പാത്രങ്ങൾക്ക് ഒന്ന് തേച്ച് കഴുകണം. ഇത് അക്ഷയ പാത്രം പോലെയാണ് നമ്മുടെ സിങ്ക്. ഓരോന്നോരോന്ന് എവിടെ നിന്ന് ഇത് കൂടി വഞ്ഞാൽ ഒരു പിടുത്തം കിട്ടാറില്ല ഈ സിങ്കില് പാത്രങ്ങൾ കിടക്കണമെന്നോ. അപ്പൊ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി അടുക്കളയൊക്കെ ഒതുക്കി പെറുക്കിയിട്ട് വേണം നമ്മൾക്ക് ഇവിടെ നിന്ന് പോകാൻ. അപ്പം കറിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചോറിന്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുക്കളയിൽ വേഗം പോകണം. അപ്പം കറിയും ഒക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വെന്ത് വരണം. ചോറൊക്കെ നമ്മൾക്ക് ഓൾറെഡി റെഡിയാണ്. ചോറൊക്കെ റെഡിയാക്കിയിട്ട് അമിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല. കറി വെക്കാനുള്ള പരിപാടി മാത്രമേ രാത്രി ഉണ്ടാവുള്ളൂ. അപ്പം ഇനിയിപ്പോൾ കറി വെച്ച് കഴിഞ്ഞിട്ട് അഞ്ചേട്ടനും കൂടി വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണം. ഇളയവൻ പോയിട്ടുണ്ട് ടി വി കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അമ്മച്ചിയും ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ. അപ്പം ഞാനിപ്പോൾ പോയിക്കൊണ്ട് കുറച്ച് നേരം ഇരുന്ന് ടി വിയൊക്കെ കണ്ട് ഒരു ശനിയാഴ്ചയെല്ലാം കിട്ടുള്ളൂ, അവരുടെ കൂടെ ഇരിക്കുള്ളൂ. അപ്പോൾ അവരുടെ കൂടെ ഇരുന്ന് ടി വിയൊക്കെ കണ്ടു കഴിഞ്ഞ് ഞാൻ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. അവിടെ അങ്ങനെ പുറത്ത് എപ്പോൾ നോക്കിയാലും പുറത്തോട്ട് പോലും അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ തന്നെ ഉള്ളൂ എല്ലാ ദിവസവും. അപ്പം മുഖം ഒരിക്കണ കണ്ടിട്ട് കരഞ്ഞു തോന്നുമല്ലോ. പച്ചവളം അരിഞ്ഞുകൊണ്ടിരിക്കണതിനിടയിൽ ഷൂട്ടിങ് ചെയ്യണതിനിടയിൽ ഇത് കൈ എടുത്തിട്ട് മുഖത്തോട്ട് അങ്ങോട്ട് എടുത്ത് തേച്ച് മൊത്തം പോഞ്ഞിട്ട് പാടില്ല. കുറച്ച് പച്ചവെള്ളമൊക്കെ ഒരൊഴിച്ചിട്ടൊക്കെ ഒന്നും പോച്ചൽ വന്നിട്ടില്ല. ഭയങ്കര പോച്ചലാണ്. കറി വേകട്ടെ. അപ്പം ഞാൻ അകത്തോട്ട് പോവുകയാണ് കേട്ടോ. ഞാൻ വീടൊക്കെ കാണിച്ചു തരാം. ഇത് അടുക്കളയാണ് ഞങ്ങളുടെ. അടുക്കളയുടെ വിശേഷമൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അടുക്കളക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട്. അനുശേഷം വന്നപ്പോക്കും എന്റെ മെഡിസിൻ എന്റെ വീടിന്റെ അരിയത്തുള്ള ഒരു കൊച്ചാണ് കൊണ്ടുവന്ന് തന്നത്. അപ്പൊ അവള് അത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവള് സെന്റ് ജോസഫില് വർക്ക് ചെയ്യുന്ന ഇതാണ്. അപ്പൊ അവളാണ് എനിക്ക് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് തരുന്നത്. അപ്പൊ അതൊക്കെ മേടിച്ച് അവളെന്നോട് വിശേഷമൊക്കെ ചോദിച്ച് എങ്ങനെയുണ്ട് ഇപ്പൊ ഒക്കെ ആയോ എന്നൊക്കെ ചോദിച്ച് ആ വിശേഷമൊക്കെ പറഞ്ഞ് അവളെ കണ്ടു കഴിഞ്ഞപ്പോ എന്റെ പഴയ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പോയി ശരിക്കും. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് പോരേണ്. തിരിച്ചു പോന്നിട്ട് വേണം ഞങ്ങൾക്ക് ചോറൊക്കെ തിന്നാനായിട്ട്. അപ്പൊ തിരിച്ച് ഞങ്ങളുടെ അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി ഇത്തിരി നേരം ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയാണ്. ഫോണ് വഴി സർപ്രൈസ് ആയിട്ട് തന്നെ ഞങ്ങളുടെ തൈക്കാട്ട് ചായക്കടയിൽ കയറിയിട്ട് ചായ കുടിക്കാനല്ല, ഇവിടെ ഐസ്ക്രീം വാങ്ങിക്കാൻ കയറിയതാണ്.
അപ്പൊ 2 ഫ്ലേവറിലുള്ള ഐസ്ക്രീം വാങ്ങിച്ചപ്പോ 2 ഫ്ലേവർ ഏതാണ് എന്താണെന്ന് അറിയാൻ പറ്റുമല്ലോ. വാങ്ങിച്ചിട്ടുണ്ട് കാനഡയുടെ റെഡ് വെൽവെറ്റിൻ്റെയും ഓറിയോ ബിസ്ക്കറ്റിൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് ഓറിയോ ബിസ്ക്കറ്റിൻ്റെ. റെഡ് വെൽവെറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിള്ളേരൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നേക്കെ ഇങ്ങനെ ഇരിക്കും. ബോട്ട് കടുത്തൊക്കെ ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ ആ ബോട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെ കെട്ടിയിടുമ്പോൾ ഞങ്ങൾ അവിടെ വന്നിരിക്കും. ഇവിടെയാണ് ഞങ്ങൾ വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന ഒരു സ്ഥലം ഇതാണ്. ഞാൻ കാണിച്ചു തരാം, പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം ബാക്കി കാര്യം. ഇതാണ് ഞങ്ങളുടെ പ്രകൃതി രമണീയമൊന്നുമല്ല, ഇപ്പം ഇരുട്ടാണ്, കൂനാക്കോണ്ട് ഇരുട്ടാണ്, എന്നാലും അടിപൊളി വ്യൂവും കാര്യങ്ങളല്ലേ. മൊത്തം നല്ല വൈബാണ് ഇവിടെ വന്നിരിക്കാൻ. കറണ്ട് പോയി അപ്പൊ തന്നെ വന്നു. കണ്ടാവും കെട്ടിയിട്ടേക്കുന്ന ഒരു ബോട്ടാണ്. ആ ബോട്ടിൽ ഇങ്ങനെ ഇരിക്കും. അപ്പൊ നാളെ അനക്കൊക്കെ കാണുമ്പോൾ ക്യാമറ വെച്ച് വെക്കണോണ്ട് ലൈറ്റ് വരും. അപ്പൊ നമുക്കത് സൗകര്യമായി വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വിശേഷം. അപ്പോൾ ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.